ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 182 വാല്യം 4 മഗ്ദലയിലേക്കുള്ള യാത്രാമധ്യേ ഈശോ കുറെ ഇടയന്മാരോട് സംസാരിക്കുന്നു. അടുത്ത ദിവസം രാവിലെയാണ് പത്രോസ് തിരിച്ചെത്തിയത്. അദ്ദേഹം പോയതിലുമധികം ശാന്തനായിട്ടാണ് തിരികെ എത്തിയിരിക്കുന്നത്. എന്തെന്നാൽ കഫർനാമിൽ അദ്ദേഹത്തിന് നല്ല സ്വീകരണം ലഭിച്ചതായി തോന്നുന്നു. ആ പട്ടണത്തിൽ ഏലിയാസും ജോവാക്യമും ഉണ്ടായിരുന്നില്ല. ഈ ഗൂഢാലോചനയിൽ അവർക്ക് പങ്കു കാണും. അവർ എപ്പോഴാണ് സ്ഥലം വിട്ടതെന്ന് ഞാൻ അന്വേഷിച്ചു. പശ്ചാത്തപിക്കുന്നവരായി സ്നാപക യോഹന്നാന്റെ അടുത്ത് പോയ അവർ ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല. അവർ ഉടനെ എങ്ങും മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യോഹന്നാനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ ഉണ്ടായിരുന്നതായി ഞാൻ സൂചിപ്പിച്ചു. യോഹന്നാന്റെ വിവരം അറിഞ്ഞ് അവിടെ കുറെ ബഹളം നടന്നു. മുഴുവൻ ലോകത്തിനും ഇതേപ്പറ്റി അറിയാമെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ഇത് നമുക്കും ഏറ്റവും നല്ല ഒരായുധമാണ്. സൈമൺ എന്ന പരീശനെയും ഞാൻ കണ്ടു. അയാളുടെ നാട്യമൊക്കെ സത്യസന്ധമാണെങ്കിൽ അയാൾക്ക് നമ്മളോട് ശരിക്കും താല്പര്യമുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു, ജോർദാന്റെ പടിഞ്ഞാറേ കരയിലൂടെ പോകരുതെന്ന് ഗുരുവിനോട് പറയുക. മറ്റേ കരയാണ് കൂടുതൽ സുരക്ഷിതം. ഇക്കാര്യം എന്നോട് ഊന്നിപ്പറഞ്ഞു. ഇങ്ങനെയാണ് അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്: ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നിന്നോട് സംസാരിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും താല്പര്യം മുൻനിർത്തിയുള്ളവയാണ്. ഞാൻ ഗുരുവിന്റെ ഒരു സുഹൃത്താണെന്ന് അദ്ദേഹത്തോട് പറയുക. കാറ്റിനോടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നത്തക്ക വിധം അയാൾ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവൻ എപ്പോഴും തെറ്റ് ചെയ്യുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അങ്ങനെയേ തോന്നൂ. അസാധാരണം എന്നേ ഞാൻ പറയൂ. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. എന്നാൽ ഞാൻ ആ ശതാധിപന്റെ അടുത്ത് പോയി അല്പസമയം കുശലം പറഞ്ഞു. ഞാൻ ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ: താങ്കളുടെ വേലക്കാരൻ സുഖമായിരിക്കുന്നുവോ? സുഖമായിരിക്കുന്നുവെന്ന് എനിക്ക് മറുപടി കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൊള്ളാം, അവന്റെ ആരോഗ്യം സംരക്ഷിച്ചു കൊള്ളുക. എന്തെന്നാൽ അവർ ഈശോയെ കുടുക്കുവാൻ കെണി വച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നാപക യോഹന്നാനെ പിടികൂടി കഴിഞ്ഞു. ആ റോമാക്കാരന് ഉടനെ തന്നെ കാര്യം പിടികിട്ടി. ആൾ നല്ല ബുദ്ധിമാൻ തന്നെ. അയാൾ ഇങ്ങനെ മറുപടി പറഞ്ഞു: എവിടെയെങ്കിലും പ്രശ്നമുള്ള പക്ഷം അവിടുത്തേക്ക് കാവൽ ഏർപ്പെടുത്തിക്കൊള്ളാം. ഈശോയ്ക്കെതിരായി യാതൊരു ഗൂഢാലോചനയും പാടില്ലെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം റോമൻ നിയമപ്രകാരം അവർക്ക് മരണമോ അടിമപ്പണിയോ ലഭിക്കുമെന്നും യഹൂദന്മാരെ അറിയിക്കുകയും ചെയ്യാം. അയാൾ പുറജാതിക്കാരനായി പോയി, അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് ഒരു ഉപമ കൊടുത്തേനെ. കാര്യങ്ങൾ മനസ്സിലാക്കാനും തക്ക നടപടിയെടുക്കാനും പ്രാപ്തിയുള്ളവരെ എനിക്കിഷ്ടമാണ്. ശരി, നമുക്കിനി പോകാം. ശരി, പോകാം. പക്ഷേ ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നില്ല, ഈശോ പറഞ്ഞു. ഇതൊക്കെ തീർച്ചയായും ആവശ്യമായിരുന്നു. സ്നേഹപൂർവ്വം ആതിഥ്യമരുളിയ ആ കുടുംബത്തോട് ഈശോ യാത്ര പറഞ്ഞു. പുതിയ ശിഷ്യന് അവിടുന്ന് എന്തൊക്കെയോ ചില നിർദ്ദേശങ്ങളും നൽകി. ഈശോയും അപ്പസ്തോലന്മാരും വീണ്ടും തനിച്ചായി. പത്രോസ് ഉദ്ദേശിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിരത്തിൽ കൂടി ഈശോ യാത്ര ആരംഭിച്ചു. അപ്പോൾ പത്രോസ് അത്ഭുതപൂർവ്വം പറഞ്ഞു, കായൽക്കരയിൽ നിന്നും നാം അകന്നു പോവുകയാണ്. എന്നാലും ഉദ്ദേശിച്ച സമയത്ത് തന്നെ എത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പസ്തോലന്മാർ നിശബ്ദരായി അവിടുത്തെ പിന്തുടർന്നു. അവർ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അവിടെ വളരെ കുറച്ച് വീടുകൾ അങ്ങിങ്ങായി കാണുന്നു. ആടുകളുടെ കഴുത്തിലെ മണിയുടെ ഉച്ചത്തിലുള്ള കിലുക്കം കേൾക്കാം. ആടുകളെ അടുത്തുള്ള മലയിലെ പുൽമേടുകളിലേക്ക് കൊണ്ടുപോകുകയാണ്. ഒരു വലിയ ആട്ടിൻകൂട്ടം കടന്നു പോയപ്പോൾ ഈശോ അവിടെ നിന്നു. അപ്പോൾ ആട്ടിടയന്മാർ അദ്ദേഹത്തെ കണ്ട് ഒത്തുകൂടി. അവർ പരസ്പരം കൂടി ആലോചിച്ചെങ്കിലും ഈശോയോട് ഒന്നും പറഞ്ഞില്ല. കാര്യം മനസ്സിലാക്കിയ അവിടുന്ന് ആടുകളുടെ ഇടയിലൂടെ അവരുടെ അടുത്തേക്ക് ചെന്നു. ആടുകൾ പുല്ലു തിന്നുന്നത് നിർത്തി തലയുയർത്തി നോക്കി. അദ്ദേഹം ആടുകളുടെ ഇടയിൽ നിന്ന ബാലനായ ഒരു ഇടയന്റെ അടുത്ത് ചെന്ന്
അവനെ തലോടി. അവിടുന്ന് അവനോട് ചോദിച്ചു, ഈ ആടുകൾ നിന്റെ വകയാണോ? ആടുകൾ അവന്റെ വകയല്ലെന്ന് അറിയാമെങ്കിലും അവനെക്കൊണ്ട് സംസാരിപ്പിക്കാനാണ് അവിടുന്ന് അങ്ങനെ ചോദിച്ചത്. അല്ല ഗുരോ, ഞാൻ ഇവയുടെ കൂടെ വന്നതാണ്. ഈ ആടുകൾ പലരുടെ വകയാണ്. കൊള്ളക്കാരെ പേടിച്ചാണ് ഞങ്ങൾ ഒന്നിച്ചു നടക്കുന്നത്. നിന്റെ പേരെന്താണ്? സക്രിയാസ്, ഐസക്കിന്റെ പുത്രനാണ്. എന്റെ പിതാവ് മരിച്ചുപോയി. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. എന്റെ അമ്മയ്ക്ക് 3 പുത്രന്മാർ കൂടിയുണ്ട്. മൂത്തവനായ ഞാൻ ഇടയനായി വേല ചെയ്യുകയാണ്. പിതാവ് മരിച്ചിട്ട് ഏറെ നാളായോ? പ്രഭോ, 3 വർഷമായി. അതിൽ പിന്നെ ഞാൻ ചിരിച്ചിട്ടില്ല. കാരണം എന്റെ അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് തലോടാൻ ആരുമില്ല. പിതാവ് മരിച്ചു പോയതിൽ പിന്നെ മുതിർന്ന ഒരാളെ പോലെ കുടുംബഭാരം മുഴുവൻ ഞാൻ ചുമക്കുകയാണ്. എങ്കിലും ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ജോലി ചെയ്ത് പണമുണ്ടാക്കണം. എങ്കിലും ഇത് കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രായത്തിലും കവിഞ്ഞ ഗൗരവമുള്ള ആ മുഖത്തുകൂടി കണ്ണുനീർത്തുള്ളികൾ ധാരയായി ഒഴുകി. അപ്പോൾ മറ്റിടയന്മാരും അടുത്തെത്തി. ആട്ടിൻപറ്റത്തിനിടയിൽ ഒരു കൂട്ടം ആളുകൾ. സക്രിയാസ്, നിനക്ക് പിതാവില്ലെന്ന് പറഞ്ഞുകൂടാ. നിനക്ക് പരിശുദ്ധനായ ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. നീ നല്ലവനാണെങ്കിൽ ആ പിതാവ് എപ്പോഴും നിന്നെ സ്നേഹിക്കും. നിന്റെ പിതാവിന് നിന്നോടുള്ള സ്നേഹവും അവസാനിച്ചു പോയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അബ്രഹാമിന്റെ മടിയിൽ ഇരിപ്പുണ്ട്. നീ ഇത് വിശ്വസിക്കണം. ഈ വിശ്വാസത്തിലൂടെ കൂടുതൽ കൂടുതൽ നല്ലവനാകാൻ നീ ശ്രമിക്കണം. ഈശോ കാരുണ്യപൂർവ്വം അവനെ തലോടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ഒരു ആട്ടിടയൻ ചോദിച്ചു, അങ്ങ് മിശിഹായാണ് അല്ലേ? അതെ, ഞാനാകുന്നു. ഇത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അങ്ങ് പാലസ്തീൻ പ്രദേശത്തുള്ള ആളാണെന്നും പരിശുദ്ധമായ വാക്കുകൾ സംസാരിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞത്. നിങ്ങൾ ദൂരേക്ക് പോവുകയാണോ? ആ ഉയർന്ന മലകളിലേക്ക് പോവുകയാണ്. ഉഷ്ണകാലം വരുന്നുണ്ട്. അങ്ങ് ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുമോ? മലമുകളിൽ ചെന്നാൽ പിന്നെ കാറ്റ് മാത്രമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചെന്നായ്ക്കളും സംസാരിക്കും. കൊലയാളികൾ എന്ന നിലയിൽ. സക്രിയാസിന്റെ പിതാവ് അപ്രകാരമാണ് മരിച്ചത്. ശീതകാലത്ത് മുഴുവൻ അങ്ങയെ കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ അത് നടന്നില്ല. നമുക്ക് ആ വലിയ മരച്ചുവട്ടിലേക്ക് പോകാം. എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇടയക്കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോ മുന്നിൽ പോയി. മറ്റേ കൈകൊണ്ട് അവിടുന്ന് അടുത്തുകൂടി പോയ ആട്ടിൻകുട്ടികളെ തലോടി. ഇടയന്മാർ ആട്ടിൻപറ്റത്തെ ഒരു കുറ്റിക്കാട്ടിൽ ഒന്നിച്ചുകൂട്ടിയ ശേഷം ഈശോയുടെ ചുറ്റും കൂടി. ആടുകൾ അവിടെ കിടന്നുകൊണ്ട് അയവിറക്കുകയും മരക്കൊമ്പുകളിൽ ശരീരം ഉരസുകയും ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഉയരത്തിൽ കാറ്റ് മാത്രമേ ഞങ്ങളോട് സംസാരിക്കൂ. ചിലപ്പോൾ ചെന്നായ്ക്കളും സംസാരിക്കും. കൊലയാളികൾ എന്ന നിലയിൽ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. മനുഷ്യഹൃദയങ്ങളിൽ എന്താണ് സംഭവിക്കുക? ദൈവത്തിന്റെയോ മനുഷ്യന്റെയോ സാത്താന്റെയോ പ്രവൃത്തി കൊണ്ട് എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ഉയരത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ വച്ച് എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ദൈവിക നിയമം വേണ്ടവണ്ണം അറിയാമോ? അതിന്റെ 10 കൽപ്പനകളും അറിയാമോ? ബാലനായ നിനക്ക് അറിയാമോ? ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുമെങ്കിൽ നിങ്ങൾ വിശുദ്ധരായിത്തീരും. അപ്പോൾ ലോകത്തിൽ നിന്നും അകന്നു പോകുന്നതായി നിങ്ങൾ പരാതിപ്പെടരുത്. അത് നിങ്ങളെ പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കും. എന്നാൽ ദൈവം നിങ്ങളിൽ നിന്നും അകലെ ആയിരിക്കുകയില്ല. ഏകാന്തതയിൽ അവിടുന്ന് നിങ്ങൾക്ക് കൂടുതൽ സമീപസ്ഥനായി അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ദൈവനാദമാകുന്ന കാറ്റ് കേൾക്കാൻ കഴിയും. അവിടുത്തെ ശബ്ദം അവിടുന്ന് സൃഷ്ടിച്ച ചെടികളിൽ നിന്നും ജലത്തിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ മനുഷ്യരുടെ ഇടയിൽ അത് കേൾക്കാൻ കഴിയുകയില്ല. ആടുകൾ നിങ്ങളെ ഒരു വലിയ നന്മ, അതല്ല ഒട്ടേറെ നന്മകൾ പഠിപ്പിക്കുന്നു. അവ വിനയമുള്ളവയും അനുസരണമുള്ളവയുമാണ്. അല്പം കൊണ്ട് അവ തൃപ്തരാകുന്നു.
തങ്ങൾക്ക് ഉള്ളവയിൽ അവ കൃതജ്ഞരാണ്. അവയെ പരിരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ അവ സ്നേഹിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങളും പറയുക, ദൈവം ഞങ്ങളുടെ ഇടയനാകുന്നു. ഞങ്ങൾ അവിടുത്തെ ആട്ടിൻപറ്റമാകുന്നു. അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ പരിരക്ഷിക്കുകയും നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് തരികയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് തരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ചെന്നായ്ക്കളെ അകറ്റി നിർത്തുക. ദുഷ്ടമനുഷ്യർ ചെന്നായ്ക്കളാണ്. സാത്താന്റെ ആജ്ഞപ്രകാരം അവർ നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുകയും ചീത്ത പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ പാപം കടത്തിവിടുന്നതും സാത്താൻ തന്നെയാണ്. അപ്രകാരം അവൻ നിങ്ങളെ പിച്ചി ചീന്തുന്നു. നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. ഇടയന്മാരായ നിങ്ങൾക്ക് ചെന്നായ്ക്കളുടെ സ്വഭാവരീതികൾ അറിയാമല്ലോ. അവ കൗശലശാലികളാണ്. ആടുകളാകട്ടെ സത്യസന്ധരും നിഷ്കളങ്കരുമാണ്. ചെന്നായ്ക്കൾ ഓർക്കുക, ഇതെല്ലാം അവിടുന്ന് കണക്കിലെടുത്താണ് രക്ഷയോ ശിക്ഷയോ നൽകുന്നത്. അതിനാൽ എന്റെ കുട്ടി, നീ ഒരിക്കലും തനിച്ചല്ലെന്ന് ഓർത്തുകൊള്ളുക. ദൈവം നിന്നെ കാണുന്നുണ്ട്. നിന്റെ പിതാവിന്റെ ആത്മാവും നിന്നെ കാണുന്നു. എന്തെങ്കിലും നിന്നെ വിഷമിപ്പിക്കുകയും തെറ്റ് ചെയ്യുവാൻ പ്രേരണ തോന്നുകയും ചെയ്യുമ്പോൾ ഇപ്രകാരം പറയുക: ഇല്ല, എന്നെന്നും ഒരു അനാഥനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലവരായിരിക്കുക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അതിനാൽ സകല നന്മയും നിങ്ങളുടെ മേൽ വരും. ഞങ്ങളും ആ വഴിക്കായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ദീർഘനേരം സംസാരിക്കാമായിരുന്നു. എന്നാൽ സമയം ഉച്ചയോടടുക്കുന്നു. നിങ്ങൾക്ക് പോകാൻ സമയമായി. എനിക്കും അപ്രകാരം തന്നെ. നിങ്ങൾ ആടുകളെ ചൂടിൽ നിന്നും രക്ഷിക്കുന്നു. അതിലും ഭയങ്കരമായ മനുഷ്യരുടെ ഹൃദയങ്ങളെ ദുർമോഹങ്ങളാകുന്ന ചൂടിൽ നിന്നും മോചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അവർ തങ്ങളുടെ ഇടയനായി എന്നെ കണക്കാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമസ്കാരം. സക്രിയാസ് നല്ലവനായിരിക്കുക. നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ. ഈശോ ആ ഇടയ ബാലനെ ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ആട്ടിൻപറ്റം പതുക്കെ മുമ്പോട്ടു നീങ്ങി. ഈശോ ആ കാഴ്ച നോക്കിക്കൊണ്ടു നിന്നു. അതിനുശേഷം അവിടുന്ന് യാത്ര തുടർന്നു. മനുഷ്യരെ ദുർമോഹങ്ങളാകുന്ന ചൂടിൽ നിന്നും മോചിപ്പിക്കുന്നതിനാണ് അങ്ങ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. നാം എവിടേക്കാണ് പോകുന്നത്? യൂദാസ് കറിയോത്ത ചോദിച്ചു. തൽക്കാലത്തേക്ക് ആ മരത്തണൽ വരെ പോകുന്നു. അതാ ആ അരുവിയുടെ കരയിൽ. അവിടെ ഇരുന്ന് എന്തെങ്കിലും ഭക്ഷിക്കാം. എവിടേക്കാണ്